അയ്യോ ഇതെന്താന്നല്ലേ, ഇത് പാക്കാട്ടോ. അതായത് ചമ്മന്തിപ്പൊടിയുടെ 15 എണ്ണത്തിൽ 9 എണ്ണം കഴിഞ്ഞു, സ്റ്റോക്ക് കഴിഞ്ഞു. കോഴിക്കോട് പോയി വന്ന് ഇനിയിപ്പോൾ ഞാൻ മറ്റേത് പാക്ക് കൊറിയർ ചെയ്യുമ്പോഴേ ഭയങ്കര വെയിറ്റ് 400 ഗ്രാമിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊറിയർ ചാർജ് കൂടുതലാണല്ലോ. അപ്പം ഞാൻ പാക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനത്തെ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഗ്ലാസ് തന്നെയാണ്. ഗ്ലാസ് എന്താ യൂസ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്നിപ്പൊടി കൊണ്ടുപോകാനൊക്കെ ഉള്ളതല്ലേ, ഹോസ്റ്റലിലേക്ക് ചിലപ്പോൾ കൊടുത്തയക്കാണ്ടാവും അമ്മമാർക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ. ചോറിന് ചിലപ്പോൾ മിക്ക ആൾക്കാർ, ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എനിക്കറിയാം, സാമ്പാറും പടവലങ്ങയും ഒക്കെ ആയിരിക്കും ഹോസ്റ്റലിൽ. അതൊന്നും ആർക്കും ഇഷ്ടമാവില്ല. അപ്പം ഇതിങ്ങനെ എടുക്കുക, അങ്ങനെ ചോറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ എന്താ ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഉന്മേഷമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് സത്യം പിന്നെ വേറെ കാര്യം പറയാൻ മറന്നു. അതായത് ഇപ്പോഴും ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യണമെന്ന് അറിയണില്ല. ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കാൻ കണ്ടില്ലേ, ഈ നമ്പറിൽ നിങ്ങളൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലിങ്ക് വരും. ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഓർഡറായി. അപ്പം ഞാൻ ചോദിക്കും എങ്ങനെ അഡ്രസ്സ് അയച്ചു തന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കിട്ടും. 3 to 4 ദിവസം മതി കിട്ടാൻ വേണ്ടി. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 6 ദിവസം എടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത ആൾക്കാർ കമൻറ്റ് ചെയ്യണം. എനിക്കൊരു എൻ്റെ ഇതിന് ഒരു ബൂസ്റ്റപ്പ് ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാൻ തുടങ്ങട്ടെ കേട്ടോ. കുറച്ച് ഓർഡർ ഉണ്ട്. ടാറ്റ.